രക്ഷയില്ലാത്ത ചൂട്. എൻ്റെ പൊന്നു, വണ്ടിക്കകത്ത് കയറി AC ഇട്ടുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലൊന്ന് കാക്ക കുഞ്ഞിനെ പോലും ഇവിടെ അലൈനിൽ അങ്ങനെ കാക്ക, ഞാനിവിടെ അലൈനിൽ അങ്ങനെ കാക്ക വലുതായിട്ട് കണ്ടിട്ടില്ല. ഇല്ല, ഇവിടെ ഒരു പക്ഷികളും ഒറ്റ കിളികളും ഇല്ല, ഒറ്റ മനുഷ്യരും ഇല്ല. അയ്യോ, വണ്ടി ഓടിച്ചുകൊണ്ട് പോകാനും പറ്റത്തില്ല. അതിനകത്ത് കാണിക്കുന്നത് 43 ഡിഗ്രി സെൽഷ്യസ് അങ്ങോട്ട് ചൂട്. 10 മിനിറ്റ് വണ്ടിയിൽ കൂളാവിടെ എന്തായാലും ഉരുകിപ്പോ. ഇതാണ് നമ്മുടെ റൂം. ഇവിടെയാണ് അതുകൊണ്ട് ഈ ടാങ്ക് ഇരിക്കുന്നതിൻ്റെ അടിവശത്തുള്ളതാണ് റൂം. ഇതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് അതുകൊണ്ട് കുറച്ച് ചെടികൾ കിളിച്ചിരിക്കുന്നുണ്ടില്ലേ, അതാണ്. അത് മത്തനെന്തോ ബംഗാളികൾ, ആ ചെറിയ ഓപ്പോസിറ്റ് റൂമിൽ കാണുന്ന ബംഗാളികൾ കണ്ട് മത്തനോ ഏതാണ്ട് പച്ചക്കറി അതൊക്കെ വളർത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഈ നിൽക്കുന്ന മാവിനകത്ത് ഇഷ്ടംപോലെ മാങ്ങ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു കുരു പോലും ഇല്ല. ഇതും എന്തോ ഇല്ല, ഒരുമാതിരി ഇല്ലേ നമ്മൾ തിന്നുന്ന ഒരു പഴം പോലത്തെ ഇടിയുന്ന സാധനമാണ്. ശമ്പളം വരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ശമ്പളം ഇതുവരെ എത്തിയിട്ടില്ല. അതാണ് വേറൊരു ശോകം. 3 മണി 4 മണിക്കകത്ത് വരുമെന്നാണ് പ്രതീക്ഷ. പെങ്ങളും മക്കളും ഒക്കെ വന്നിട്ടുണ്ട്, ഫാമിലിയായിട്ട്. അവർ ഷാർജയിലുണ്ട്, അവർ വന്നിട്ടുണ്ടായിരുന്നു. ശമ്പളം വന്നിട്ടുണ്ടായിരുന്നു, അവരൊക്കെ വിളിച്ചുകൊണ്ട് വരായിരുന്നു. ഇപ്പം എപ്പം ശമ്പളം വീണത്, ഇനിയിപ്പോൾ എപ്പം അലൈനിൽ നിന്ന് പോകണമെങ്കിൽ അങ്ങോട്ട് പോകുന്നതിന് ഒരു 1.5 മണിക്കൂറത്തെ യാത്രയുണ്ട്. ഞാൻ വെച്ച് രാവിലെ വീഴുമെന്ന് വിചാരിച്ചു, പക്ഷെ ഇതുവരെ വീണിട്ടില്ല. നോക്കാം. അതൊക്കെ എടുക്കാം. വരകൊണ്ടപ്പോൾ വെച്ചിപ്പോൾ ഇതിപ്പം ക്രോസ് ചെയ്ത് ചാടും ഇങ്ങോട്ട്. മസ്താങ് വരും, മസ്താങ് അല്ല, മസ്താങ് എന്ന് പറയാൻ അറബ് എന്ന് പറഞ്ഞു. എന്താണെന്ന് അറിയത്തില്ല ഈ പ്രാവശ്യം അങ്ങനെ ഈന്തപ്പഴത്തിനും അങ്ങനെ വലിയ എന്തോന്നില്ല. സാധാരണ കഴിഞ്ഞ തവണയൊക്കെ വേണ്ടി നിൽക്കുന്ന പനയിലൊക്കെ വേണ്ടി കിഴിച്ച് പൊട്ടിയായിട്ട് നിൽക്കുന്നുണ്ട്. കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഇവിടെ മഴ വരും കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇവിടെ നമ്മളെ നാട്ടിലെക്കാട്ടിൽ ദയനീയകരമായിട്ടുള്ള അവസ്ഥയായിരുന്നു ഇവിടെ. പക്ഷെ മഴ വരുന്നത് മഴ അങ്ങോട്ട് കാര്യമായിട്ട് അങ്ങോട്ട് വരുന്നില്ല. ഫോണിനകത്തൊക്കെ എപ്പോഴും അലർട്ട് വരുന്നുണ്ട്. 2 മണിക്ക് മഴ പെയ്യും, 3 മണിക്ക് മഴയുണ്ട്, 4 മണിക്ക് മഴയുണ്ട്. പക്ഷേ മഴ അങ്ങോട്ട് ആയില്ല. 2 ആഴ്ച മുമ്പ് എൻ്റെ പൊന്നോ, ഞാൻ ഈ പൊക്കോണ്ടിരിക്കുന്ന വഴിയൊക്കെ ഇവിടെ വെള്ളം ഇറക്കി തുഴയാൻ അത്രയുള്ള വെള്ളം ഉണ്ടായിരുന്നു. ഫെബ്രുവരിയിലൊരു മഴ പെയ്തിട്ടാണെങ്കിൽ ഒന്നും പറയണ്ട, വെറുതെ ഫോണിനകത്ത് അലർട്ട് വന്നിട്ടുണ്ടായിരുന്നു വെളിയൊന്നും ഇറങ്ങല്ലെന്നും പറഞ്ഞിട്ട്. ചുമ്മാതെ ചായ പിടിക്കാനാണെന്ന് ചുമ്മാ സോക്കേട് ചായ പിടിക്കാനെന്നും പറഞ്ഞ് ഇറങ്ങി നേരെ കൊണ്ട് വെള്ളത്തിൽ കൊണ്ട് ഇറക്കി കൊടുത്തു. എന്തോ ഭാഗ്യത്തിന് വണ്ടി ഓഫായിട്ടില്ല. അതാണ്ട് ഈ സ്ഥലത്തൊക്കെ ഉണ്ടല്ലോ മൊത്തം വെള്ളമാണ്. എൻ്റെ അമ്മ ഓഫ്. എന്നിട്ട് ചായ പിടിക്കാനാണെന്നും പറഞ്ഞ് ഇറങ്ങി ആകെ വണ്ടിക്കകത്തൊക്കെ വെള്ളം കയറി ആകെ നശിച്ച് ആരാണൊക്കെ. പിന്നെ 3-4 ദിവസം അതൊക്കെ എടുത്ത് വെയിലത്ത് മൊത്തം ഡോറും എല്ലാം മാറ്റുമൊക്കെ എടുത്ത് വെളിയിലിട്ട് ഫ്ലോർ മാറ്റ് പക്ഷെ ഊരാൻ പറ്റത്തില്ല. അതൊരുമാതിരി വെള്ളം പിടിച്ചിരിക്കും. എത്ര ദിവസം പാടായിരുന്നു. അതാണ്
ഈ ഹൈലക്സിൻ്റെ വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ കമ്പനിയിലൊരു വണ്ടി ഉണ്ടായിരുന്നു, ഞാനത് ഇടയ്ക്ക് എമർജൻസി ആയിട്ട് ലോഡൊക്കെ എടുക്കണമെന്ന് പറയുമ്പോൾ ഈ പോയിട്ട് എടുത്തിട്ട് പോയിരുന്ന വണ്ടി നല്ല രസമാണ്, ഓടിക്കാൻ നല്ല രസമാണ്, നല്ല പവറാണ്. പക്ഷെ ഇത് സിംഗിൾ ക്യാബിനല്ലേ, മറ്റേത് ഡബിൾ ക്യാബിൻ പിക്കപ്പ് പോലത്തെയാണ് ഹൈലക്സിൻ്റെ 4x4 എന്ന് പറയും. സൂപ്പറാണ്, ഒരുപാട് സൂപ്പർ എന്ന് വെച്ചാൽ അതിനകത്ത് രണ്ട് ബോഷിൻ്റെ ആണ് ഇതിൻ്റെയാണെന്ന് അറിയത്തില്ല, 4 സ്പീക്കറുണ്ട്. എന്നാ സൗണ്ടാന്ന് അറിയാം, പൊട്ട പൊട്ട പപ്പന്നടിക്കും, നല്ല സൗണ്ടാണ്. ഞാനെന്നിട്ട് ഇതിൻ്റെയൊക്കെ മാക്സിമം വോളിയം വരുന്ന 55-60ഒക്കെയാണ്. ഞാൻ 55-60 കൊടുക്കും. അതാ ഞാൻ പോയ സമയത്ത് ഈ ആട് ജീവിതത്തിനകത്ത് അതിലെ പാട്ടൊക്കെ ഇങ്ങനെ റിലീസായിട്ടുണ്ടിരിക്കുന്ന സമയത്ത് ഒരു പാട്ട് എന്നാ അതങ്ങോട്ട് വെച്ച് ഒരു വല്ലാത്തൊരു തിയേറ്റർ എക്സ്പീരിയൻസ് പോലത്തെ ഒരു അനുഭവമായി പോയി. ദുബൈയുടെ ബസ് വന്ന് കാര്യം എന്തൊക്കെ പറഞ്ഞാലും ദുബായിയുടെ സിസ്റ്റമൊക്കെ അടിപൊളിയാണ്. അവിടുത്തെ ബസ് ആയിക്കോട്ടെ, അവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങളായിക്കോട്ടെ പൊളിയാണ്. ഇവിടുത്തെ ബസ് നല്ലതാണ്, പക്ഷെ എനിക്ക് അങ്ങനെ ഈ അബുദാബിയുടെയും ഈ ബാക്കിയുള്ള ഷാർജയുടെ ബസ്സും വലിയ കുഴപ്പമില്ലെന്ന്. ദുബായിയുടെ ബസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊന്നും അതിങ്ങനെ ബസ്സിനകത്തൊന്നും അങ്ങനെ ഇവിടെ നിന്ന് യാത്രയൊന്നും ചെയ്തിട്ടില്ല. കാരണം വണ്ടി കമ്പനി വണ്ടിക്കകത്തൊക്കെ ആയിരുന്നു. അല്ല, സ്വന്തം അന്ന് ലൈസൻസ് ഒന്നും ഇല്ലായിരുന്നു. ലൈസൻസ് ഒക്കെ എടുത്തത് ഈ കൊറോണ ഒക്കെ വന്നു കഴിഞ്ഞ് എല്ലാവർക്കും ഇങ്ങനെ ഫ്രീ ഒക്കെ ആക്കിയില്ലേ ലൈസൻസ് ഒക്കെ. പക്ഷേ അത് NOC പേപ്പറൊക്കെ വേണ്ടാന്നും പറഞ്ഞിട്ട് ഒരു സമയം ഉണ്ടായിരുന്നു. അല്ലാതെ നമ്മുടെ കമ്പനിയിൽ നിന്നും അന്നത്തെ സമയത്തൊന്നും പേപ്പറൊന്നും തരുന്നൊന്നുമില്ലായിരുന്നു. അല്ല, അങ്ങനെ ഞാൻ ഇവിടുത്തെ ഒരു ഷാർജയിൽ പണ്ട് ഞാൻ ആദ്യമായിട്ട് വന്ന സമയത്ത് റാസൽ കൈമയിലും പോകേണ്ടി വരുമായിരുന്നു ഈ ജോലി ആവശ്യത്തിനൊക്കെ ആയിട്ട്. അന്നേരം അവിടുന്ന് ഷാർജയിൽ നിന്ന് പോയിട്ട് ഷാർജ ബസ് സ്റ്റാൻഡിൽ നിന്ന് റാസൽ കൈമയിലോട്ട് പോയിട്ടുണ്ട്, ഷാർജ RTയുടെ ബസ്സിൽ. അത് കൊള്ളായിരുന്നു. നല്ല നമ്മൾ ഈ ഫ്ലൈറ്റിനകത്തൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് പിന്നെ റൺവേയിലൂടെ ഓടത്തില്ലേ, ആ ഒരു ഫീലാണ്. പൊളിയാണ്. കുറേ റൗണ്ട് അബൌട്ടാണ്, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഈ മഴ വരുമ്പോഴത്തേക്കൊക്കെ ഈ റൗണ്ട് അബൌട്ട് എന്നൊക്കെ പറഞ്ഞത് ഫുള്ള് താന്ന് കിടക്കുകയാണ്. അപ്പോൾ ഇത് ഈ വെള്ളം എല്ലാടെ വന്നിട്ട് ഇടിച്ചു കുത്തി ഈ റൗണ്ട് അബൌട്ടിൽ വന്ന് കിടന്നിട്ട് ഒരു കാറിന് മേലെ പൊക്കത്തിൽ വെള്ളം വരും. മഴയെന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൊത്തത്തിൽ വെള്ളം കയറും. വെള്ളമായിട്ട് ഞാനന്നൊരു തവണ ലാസ്റ്റ് വന്ന ഫെബ്രുവരിയിൽ വണ്ടിക്കകത്ത് വെള്ളം കയറിയപ്പോൾ ഞാനിവിടെ ഒക്കെ വന്ന് കിടന്ന് കറങ്ങാം, റൂമിലോട്ട് തിരിച്ചു പോകണമല്ലോ. പക്ഷെ ഇതൊരു പെട്ടെന്ന് ഇവരുടെ പരിപാടിയൊക്കെ കഴിയും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ രാത്രി വെള്ളം നിറഞ്ഞ് കിടന്നെന്ന് പറഞ്ഞാലും പട്ടേന്ന് ഈ ആളുകൾ വന്നിട്ട് ഇതെല്ലാം ക്ലിയറാക്കി എന്തോന്നാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ച വരെ ഈ റോഡിൽ കൂടെ പോകുമ്പോഴത്തേക്ക് മൊത്തം മൂടൽ മഞ്ഞ് പോലെയായിരുന്നു, മൂടി അടിച്ചിട്ട്. കുറേ എന്തൊക്കെയോ വണ്ടികളും ആളുകളും ഒക്കെ വന്ന് എന്നിട്ട് പൊട്ടാന്ന് 2 ദിവസം കൊണ്ട് സംഭവം ക്ലിയറാക്കി. ഇനിയിപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ പറയും കഴിഞ്ഞ ആഴ്ച ഇവിടെ മൊത്തം വെള്ളപ്പൊക്കമായിരുന്നു, കഴിഞ്ഞ ആഴ്ചയല്ല 2 ആഴ്ച മുമ്പ് ഇവിടെ വെള്ളപ്പൊക്കമായിരുന്നു, ഇങ്ങനെയൊക്കെ അവസ്ഥയിൽ കിടന്ന സ്ഥലമെന്ന് വല്ലവരും പറയും. വല്ലവരും നമ്മളോട് ഇങ്ങനെ ഒരാളെ പുതിയതായിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ പെങ്ങളൊക്കെ വരും, അവിടെ ഇവിടുത്തെ അവസ്ഥ ഉണ്ടല്ലോ, അവളെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെയൊക്കെയാണ്. ഈ ഫോട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാനത് കാണിച്ചു കഴിഞ്ഞാൽ അവൾ വേണമെങ്കിൽ പറയും, അവൾ വിശ്വസിക്കത്തില്ല. അവൾ പറയും ഞാൻ വല്ല കള്ളം പറയും. കുറേ വണ്ടികൾ ഇറങ്ങുന്നുണ്ട്. വോക്സ് വാഗൻ്റെ ഒക്കെ ഇപ്പോഴത്തെ എന്തോന്നാണ്, ബാക്ക് സൈഡൊക്കെ ഫുള്ള് ലൈറ്റായിട്ട്. അതുപോലെ നമ്മുടെ യാരിസിൻ്റെ ഒക്കെ കുറേ പുതിയ മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. എന്ത് രസമെന്നറിയോ. ഇനി നമ്മൾ ഈ പോകുന്ന സമയത്ത് തന്നെ ഏറ്റവും കുരുക്കുന്നത് ഈ ഒരു 3 സിഗ്നലാണ്. പോയി ഒരു 10 മിനിറ്റ് ലേറ്റാവും, അവിടെ എത്താൻ ഇനി 10 മിനിറ്റ് ലേറ്റാവും. കാരണം ഇത് 3 കിട്ടുന്നതനുസരിച്ചിട്ടിരിക്കും നമുക്ക് അങ്ങോട്ട് പെട്ടെന്ന് പോകുന്നതുള്ള കാര്യം. ഇത് നമ്മൾ ഈ
ഷേക്ക് എന്തോ പണിഞ്ഞ പള്ളിയാണ് ഇതുവരെ ഇതിനകത്തോട്ട് കയറാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഒരു ദിവസം ഫ്രണ്ട്സൊക്കെ ആയിട്ട് അതിൻ്റെ അവിടെ പാർക്കിങ്ങിൽ വണ്ടി ഇട്ടിട്ട് അവിടെ നടന്നു പോയിരുന്നു. കൂടെ ഉള്ളവർ നിസ്കരിക്കാൻ പോയപ്പോൾ ഞാനവിടെയൊക്കെ കുറച്ച് നേരം നിന്നായിരുന്നു. പിന്നെ പെട്ടെന്ന് വണ്ടിയിലോട്ട് വന്നത്. ഇവിടുന്ന് റൈറ്റ് വിട്ടാൽ അലയൻസുവിലൊക്കെ പോകാൻ പറ്റും. ഞാനിതുവരെ പോയിട്ടില്ല. ഞാനൊരു ദിവസം ഇങ്ങനെ വേറെ ഓർഡറും കാര്യങ്ങളൊന്നും കിട്ടാതിരുന്നപ്പോൾ ഞാൻ ചുമ്മാ അവിടെ പോയി ഇങ്ങനെ അകത്തോട്ടൊന്നും കയറിയില്ല. എൻട്രൻസ് വരെ പോയി ഇങ്ങനെ കറങ്ങി കുറേ കാടക്കോഴികളെയൊക്കെ വെളി കാണും. ഞാൻ അതിനകത്തോട്ടൊന്നും പോയിട്ടില്ല. കാടക്കോഴി, പിന്നെ ഒരു തരം കൊക്ക്, പിന്നെ എന്തൊക്കെയോ ഒന്ന് രണ്ട് കുറേ ടൈപ്പ് കിളികൾ, അതിനെയൊക്കെ കണ്ടു. പോണം, അതിനകത്ത് പോണം. രാവിലെ കൈക്ക് ചെറിയ ഒരു പണിയായിട്ടുണ്ട്. നമ്മുടെ വേറൊരു വണ്ടി അവൻസാന്ന് വണ്ടിയുടെ ബാറ്ററി ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അന്നേരം അതിൻ്റെ ബാറ്ററി മാറിയപ്പോൾ അതിൻ്റെ ഒരു ഈ കണക്ട് ചെയ്യുന്ന ഒരു സാധനം പഴയ ബാറ്ററിയുടെതിനെക്കാട്ടി വലുതായിരുന്നു. അന്നേരം നമ്മുടെ പഴയതിൻ്റെ കണക്ടർ അതിനകത്തോട്ട് ഇങ്ങനെ ഇറക്കി വെക്കാൻ പറ്റത്തില്ലായിരുന്നു. എന്നിട്ട് ഈ ബാറ്ററിക്കാർ തന്നെ അതിന് ഈ വലിയ ബാറ്ററി കൊണ്ട് അതിൻ്റെ പുതിയ കണക്ടറും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഇത് വെക്കാനായിട്ട് ഈ പഴയ കണക്ടറും ഈ വയറും തമ്മിൽ എന്തോ നട്ട് ബോൾട്ടൊക്കെ ഇട്ടിട്ട് നല്ല ടൈറ്റാക്കി വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ അത് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ പുതിയ ഈ കണക്ടർ കയറ്റി അങ്ങനെ ഇതിൻ്റെ വയർ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്താൽ ഇത് കയറ്റാൻ പറ്റും. അങ്ങനെ ഇതങ്ങോട്ട് കട്ടാക്കിയതാണ് കൈക്കകത്ത്. ഒരുമാതിരി ഇവിടുത്തെ പിച്ചാത്തിയിൽ ഒരുമാതിരി നമ്മളെ ഈ പണ്ടൊക്കെ അച്ഛനൊക്കെ ഇങ്ങനെ തടിയൊക്കെ ഇറക്കുന്ന ഒരു ബ്ലേഡ് അല്ല, അതിനൊരു മേശരിമാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമുണ്ട്, ഇങ്ങനെ വാള് പോലത്തെ. അതുപോലത്തെ പല്ലുള്ള ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പല്ലുള്ള പിച്ചാത്തിയാണ്. ഓരെന്തോന്നാക്കി തരും. അതാ ഉച്ച സമയം കൂടെ ആയിട്ടാണെങ്കിൽ ബ്ലഡ് അങ്ങോട്ട് പലോരം അങ്ങോട്ട് ചിറ്റി. പിന്നെ ടേപ്പ് എടുത്ത് ഒട്ടിച്ച് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും മാറി. ബ്ലഡിൻ്റെ അത് മാറി, കുഴപ്പമില്ല. പണ്ട് ഫാമിലി തന്നെ കഴിഞ്ഞ വർഷം വൈഫൊക്കെ ഉള്ള സമയത്ത് ഇവിടെ വരുമായിരുന്നു. മോനെയൊക്കെ ആയിട്ട് വന്നിട്ട് ഇവിടെ ഊഞ്ഞാലാടാനും ഒക്കെ വരുമായിരുന്നു. നമുക്കിനി ഏകദേശം ഒരു 5 മിനിറ്റ് കൂടെ എടുക്കത്തുള്ളൂ. ഈ സിഗ്നൽ കിട്ടുമോ? ചുമ്മാ അങ്ങോട്ട് ചാടി പിടിച്ച് മാറ്റി. ഈ ഇവിടെ കുറേ നാളായിട്ട് വിചാരിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു വൈഫൊക്കെ ആയിട്ട് ഇവിടെ ഒന്ന് കയറണം. പക്ഷേ എന്തോ ഇവിടെ കയറാൻ പറ്റിയിട്ടില്ല ഇതുവരെ. പിന്നെ ഇവിടെ ഒന്ന് കയറാം. ഡാൽമേർ ഇതുകൊണ്ടില്ല കോഫി, അടിപൊളി കോഫിയാണ് ഞാൻ കാണിച്ചത്. ഞാനത് ഒരു തവണ പമ്പിൽ കയറിയിട്ട് കുടിച്ചിട്ടുണ്ടല്ലോ. നമ്മളിത് ആദ്യമായിട്ട് കുടിക്കുന്നുണ്ടോയെന്ന് ആണോന്ന് അറിയില്ല. കയ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാതിരി കയ്പായിപ്പോയി. ഞാൻ എന്നിട്ട് പിന്നെ അങ്ങോട്ട് കളഞ്ഞത് എത്ര 7 രൂപ 8 രൂപ ചുമ്മാ. അന്നെന്തോ ചായ കുടി തലവേദന എടുത്തിട്ട് വാങ്ങിച്ചു കുടിച്ചാണ്. കോഫി ഉണ്ടെന്ന് പറയാം. അന്നേരം അവൻ എന്തൊക്കെ പേര് പറയുന്നത് കേട്ടോ, എടുത്തോളാൻ പറഞ്ഞു. വിത്ത് മിൽക്ക് എന്ന് മാത്രം പറയുന്നത്. ബാക്കിയുള്ളതിൻ്റെ എനിക്കിതറിയാം. ഇതെന്തോ ഒന്നെങ്കിൽ ഇത് കയ്പായിരിക്കും, അല്ലെങ്കിൽ ഇത് വായി വെക്കാൻ കൊള്ളത്തില്ല, അല്ലെങ്കിൽ ചെറിയ കയ്പായിരിക്കും എന്നൊക്കെ തോന്നിയിട്ട് വാങ്ങിച്ചതാണ്. പക്ഷേ
വായിലോട്ട് വെച്ച് സൈഡിലോട്ട് വെച്ചിട്ട് പിന്നെ 2 ദിവസം വണ്ടിക്കകത്തിരുന്നേ അടുത്ത് കളയാൻ മറന്നു. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇതിനകത്ത് കളയുന്നത്. നല്ല സ്ഥലമാണ്, നമ്മുടെ നാട്ടിൻപുറമൊക്കെ പോലെ ഇരിക്കും. നമ്മുടെ കണിക്കൊന്നയൊക്കെയാണ് ഇപ്പോഴും ഉണ്ട്. കണിക്കൊന്നവരാണ് നിൽക്കുന്നത്. എനിക്ക് നമ്മുടെ നാട്ടിലേക്ക് ഇപ്പം കണിക്കൊന്ന കാണാൻ പറ്റുമെന്ന് സംശയം. ഇപ്പോഴും ഉണ്ട് കണിക്കൊന്ന. അവിടെ നിൽക്കുന്ന കണിക്കൊന്നയാണ്. ഏകദേശം നമ്മുടെ ഷോപ്പിനടുക്കിലോട്ട് എത്താറായിക്കൊണ്ടിരിക്കുകയാണ്. ഈ 2 സിഗ്നൽ പെട്ടെന്ന് കിട്ടും, കാരണം വണ്ടിക്കുറവില്ലെന്നല്ല, വണ്ടികൾ കുറവാണ്. നമുക്കങ്ങനെ ഒരു സിഗ്നൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. നിസാൻ പെട്രോൾ കുറേ അടിച്ച് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ അബുദാബി ബസ്. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് 3 സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. എനിക്കൊരു 6 വരെ കിട്ടിയിട്ടുണ്ട്. അടുപ്പിച്ച് സിഗ്നൽ കിട്ടി. തേടി പിടിക്കുകയായിരിക്കും. നീ വണ്ടി ഓടിക്കുക, അല്ലെങ്കിൽ നീ വീഡിയോ എടുക്കുക. 2 ദിവസമായിട്ട് പുതിയ ചാനല് വീഡിയോ ഇടുന്നുണ്ട്. ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഇടയ്ക്ക് ഒരു വ്യൂ തന്നിട്ടുണ്ട്. ഒരു വീഡിയോക്കകത്ത് ഒരു വ്യൂ, ആദ്യമായിട്ട് ഇതിനകത്ത് 5 വ്യൂ. അല്ല, പിന്നെ കുറച്ചു നേരം തന്നെ മനസ്സിലായി. ഇനി ഞാൻ തന്നെ എടുത്ത്, എൻ്റെ വേറെ ഫോണിൽ കൂടെ ഞാൻ തന്നെ എടുത്ത് നോക്കി കണ്ടതാണ്. ഒറ്റ കുഞ്ഞുങ്ങള്. നമ്മുടെ നാളെ 1 മില്യണൊക്കെ ആവും. ഇതെന്തോ ഒരു നിസാനല്ല, ടൊയോട്ടയുടെ എന്തോ ഒരു ഷോറൂം പോലത്തെയാണ്. ഇതിപ്പോഴല്ലേ ഇതിങ്ങനെ കംപ്ലീറ്റ് ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കിടക്കുന്നുണ്ടോ? അവിടെ എല്ലാം ഇങ്ങനെ ഒരു 19-60 വണ്ടി ഉണ്ടായിരുന്നു. പുത്തൻ വണ്ടിയാണ് ഈ കിടക്കുന്നതൊക്കെ. ഈ ഫെബ്രുവരിയിൽ ഒരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു, മറ്റേ ഐസൊക്കെ വീണിട്ട്. കംപ്ലീറ്റ് ഇപ്പോഴും ആ ബോണറ്റിലൊക്കെ ഉണ്ട്. നമ്മുടെ കുഴി പോലെ ഇരിക്കുന്നത്. ഗ്ലാസ്സുകളൊക്കെ എനിക്കൊന്നും അവർ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ആ കുഴി പോലെ പുത്തൻ വണ്ടിയാണ്. കോടികൾ വിലയുള്ള വണ്ടിയാണ്. ഇതിൻ്റെയൊക്കെ അറബാവിനൊക്കെ എത്ര രൂപ നഷ്ടം വന്നായിരിക്കും. എന്തോ ഭാഗ്യം കൊണ്ട് എൻ്റെ വണ്ടി രക്ഷമുണ്ട്. എൻ്റെ റൂമിനടുത്തൊന്നും മഴ പെയ്തിട്ട് ഇങ്ങനെ ഐസൊന്നും മഴയുണ്ടായിരുന്നു, പക്ഷെ ഐസൊന്നും വീണിട്ടില്ലായിരുന്നു. നമ്മുടെ ഷോപ്പിലെ 2 വണ്ടിയുടെയും ഗ്ലാസ്സൊക്കെ പൊട്ടി ഡെൻ്റൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോഴൊക്കെ ഇങ്ങോട്ടൊക്കെ വരാൻ നല്ല സുഖമാണ്. മറ്റേ വണ്ടിയില്ലാത്തതുകൊണ്ട് എൻ്റെ പൊണ്ണു ചില സമയത്ത് ഇങ്ങോട്ട് വരുമ്പോഴാണ് ഭ്രാന്ത് പേടിപ്പിക്കുന്നതായിരുന്നു. ഓർഡറൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇതിപ്പം ഉച്ചയ്ക്ക് ശേഷം രാവിലെ ചെറിയൊരു ഓർഡർ, ചെറിയ 2-3 ഓർഡറാണ് കിട്ടിയിരുന്നത്. അയ്യോ, വൈകിട്ടിനിപ്പോൾ എന്താ അവസ്ഥയെന്ന് അറിയത്തില്ല. സാധാരണ മാസാവസാനമൊക്കെ 1-ാം തീയതി 2-ാം തീയതി ആകുമ്പോഴത്തേക്ക് നല്ല വില വീഴ്ച. അവിടുന്ന് വിളി മൊത്തം ജഗവകയാവും. പക്ഷേ മാസാവസാനം ആകുമ്പോൾ പക്ഷെ അത്ര എന്തോന്നും കാണത്തില്ല. പക്ഷേ ഈ മാസം എങ്ങനെയാണെന്ന് നോക്കാം. നേരത്തേക്ക് എങ്ങനെയായിരുന്നു, 1-ാം തീയതി 2-ാം തീയതി വലിയ വലിയതായിട്ടൊന്നും ഇല്ലെങ്കിൽ പിന്നെ അത്യാവശ്യം കച്ചവടവും കാര്യങ്ങളൊക്കെ വരുമല്ലോ, നോക്കാം.
അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. ശമ്പളം വന്നില്ലല്ലോ അറബാവേ. ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ഷേക്ക് അബ്ദുള്ളയാണ്, അലൈനിൽ ഷേക്കല്ലേ പിന്നെ നമ്മൾ. അതില്ലെങ്കിൽ ഷേക്ക് അല്ലെങ്കിൽ ബക്കാലെ പോയിട്ട് വല്ല തൈരോ പൂസോ ബ്രെഡോ ബന്നോ ഒക്കെ കഴിക്കും. എന്ത് പറയാൻ ഒരവസ്ഥ. അങ്ങനെ നമ്മൾ വന്നിരിക്കുകയാണ്, നമ്മൾ വിജയിച്ചിരിക്കുകയാണ്. ബാക്കി എന്തായാലും ഓർഡറും കാര്യങ്ങളൊക്കെ നോക്കട്ടെ, ഞാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം. ഇനിയിപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല. ചൂട് രക്ഷയില്ല.